അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഇലക്ഷൻ കഴിഞ്ഞു എങ്കിലും ഒരു ദിവസം മഴ പെയ്താൽ 7 ദിവസം മരം പെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷൻ കാലത്ത് ഉണ്ടായ ചില വിവാദങ്ങളുടെ മാറ്റൊലികൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ഉള്ള മുദ്രാവാക്യം എന്നുള്ള ഇലക്ഷൻ പ്രചാരണ വാചകം. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഫാസിസമാണ് എന്ന് അജിംസ്, മീഡിയ വണ്ണിലെ അജിംസ് പറഞ്ഞു കളഞ്ഞു എന്നുള്ള വലിയൊരു ആരോപണമാണ് നമ്മുടെ മതേതര വൃത്തങ്ങളിൽ വളരെ ആശങ്കയോടുകൂടി വളരെ ഉദ്യോഗജനകമായിട്ട് പലരും ചർച്ച ചെയ്യുന്നത്. അടുപ്പൂട്ടി ചർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പരിപാടിയിൽ ആണ് അജിംസ് അങ്ങനെ പറഞ്ഞത്, ആ പരാമർശം നടത്തിയത് എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ അതിൻ്റെ ആ പരാമർശത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗ്രാമറിനെ കുറിച്ച്, ആ പ്രയോഗങ്ങളുടെ അതിലുള്ള തശ്ബീഹ്, മുശബ്ബഹ് ബിഹി, വജ്ഹു തശ്ബീഹ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിലത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ അജിംസ് എന്തെങ്കിലും തെറ്റു പറഞ്ഞതായി, ഒരു അപരാധം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അജിംസ് പറഞ്ഞത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് പറയുന്നത് പോലെ പിണറായി അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നത് ഫാസിസാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്ന് പറയുന്നത് എപ്രകാരം ഫാസിസമാണോ അതേപോലെ ഫാസിസമാണ് പിണറായി അല്ലാതെ മറ്റാരുമില്ല നമുക്ക് എന്ന് അജിംസ് പറഞ്ഞു എന്നാണ് ആരോപകർ ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല അജിംസ് പറഞ്ഞത്. അജിംസ് പറഞ്ഞത് അള്ളാഹു അല്ലാതെ മറ്റ് യാതൊരു ഇലാഹുമില്ല എന്ന് പറയുന്നതിനെ അനുകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതേ ശൈലിയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്നത് ഫാസിസാണ് എന്നാണ്. അതല്ലാതെ മറ്റേത് ഫാസിസാണ്. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഫാസിസാണ്. അത് എപ്രകാരം ഫാസിസമാണ് അതേപോലെ ഇതും ഫാസിസാണ് എന്നല്ല പുള്ളി പറഞ്ഞത്. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അനുകരിച്ചുകൊണ്ട്, ആ ശൈലിയോട്, ആ ഘടനയോട്, ആ വാചക ഘടനയോട് അനുകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയണത് ഒരു തരം ഫാസിസമാണ്. പിണറായിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, അത് വ്യക്തിപൂജയാണ്, അത് പിണറായിയുടെ പാർട്ടി പോലെയുള്ള CPM പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭൗതികവാദ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാവതല്ല, അത് അനുചിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് അജിംസിനെ പ്രതികൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ തീർത്തും അപലപനീയമാണ്. മീഡിയ വണ്ണിനോടോ അല്ലെങ്കിൽ അജിംസിനോടോ അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ പശ്ചാത്തല ശക്തിയായിട്ടുള്ള സംഘടനയോടോ നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടാകാം. പക്ഷെ മൂത്രത്തിൽ പിടിച്ചു കയറുക എന്ന് പറഞ്ഞ പോലെ എന്ത് പരാമർശം നടത്തിയാലും അതിലെന്തെങ്കിലും ഒന്ന്, അതായത് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞതുപോലെ ദോഷൈക ദൃക്കുകളായി അതിനെല്ലാം വിശകലനം ചെയ്ത് അവരെ അപരവൽക്കരിക്കാനും പിശാചുവൽക്കരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ വേദനാജനകമാണ്. കാരണം മർദ്ദിത ജനങ്ങളുടെ, പീഡിതരായ ജനവിഭാഗത്തിന്റെ, ന്യൂനപക്ഷത്തിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശൈലിയാണ് അജിംസിനും നിഷാദ് റാവുത്തർക്കും സി ദാവൂദിനും ഒക്കെ ഉള്ളത്. അവരുടെ പല അഭിപ്രായ പ്രകടനങ്ങളോടുള്ള വിയോജിപ്പ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടും ഉള്ളതാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതി ശരിയല്ല. ഇതൊന്നും നമ്മുടെ ഈ മർദ്ദിത ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ഗമനത്തിന് ഇത്തരത്തിലുള്ള ദോഷൈക ദൃക്ക് സമീപനം സഹായകമായിരിക്കില്ല എന്നാണ് പറയാനുള്ളത്.